Hello, welcome back to Learnino. So, നമ്മൾ S2 ഗ്രൂപ്പ് എയുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ സെക്കൻഡ് മോഡ്യൂളിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. So, first one, show that if n is an integer and nq plus 5 is odd, then n is even using a proof of contraposition and a proof of contradiction. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇപ്പൊ എൻ ക്യൂ പ്ലസ് 5 എന്നുള്ളതിന് പകരം എൻ സ്ക്വയർ പ്ലസ് 7 അല്ലെങ്കിൽ എൻ ക്യൂ പ്ലസ് 6 എന്ത് വേണമെങ്കിലും തരാം. അത് ഓഡായിട്ടും ഈവൺ ആയിട്ടും തരുമ്പോഴും സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇന്റിജർ n തന്നിട്ടുണ്ട്, അതിൽ എൻ ക്യൂ പ്ലസ് 5 ഈസ് ഓഡ്. അങ്ങനെയാണെങ്കിൽ n ഈവൺ ആണെന്നുള്ളത് രണ്ട് തരത്തിൽ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, n എന്ന് പറയുന്നത് ഓഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അസ്യൂം ദാറ്റ് n ഈസ് ഓഡ്. n ഓഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് n എഴുതാം n is equal to 2k plus 1 എന്ന് എഴുതാം. കാരണം k എന്നുള്ളത് ഒരു ഇന്റിജർ ആണെങ്കിൽ ഒരു ഇന്റിജറിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. 2 ഇൻറ്റു ഒരു ഇന്റിജർ പ്ലസ് 1 എന്നുള്ളത് എന്തായാലും ഓഡ് ആയിരിക്കും, ആ ഒരു അസംഷൻ. ഇനി n ക്യൂബ് പ്ലസ് 5, n is equal to 2k plus 1 ആണെങ്കിൽ n ക്യൂബ് പ്ലസ് 5 എന്നുള്ളത് എന്തായിരിക്കും, n ക്യൂബ് ചെയ്യുക, അതായത് a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള രീതിയിൽ നമ്മൾ n ക്യൂബ് ചെയ്യുക. 2k plus 1 the whole cube എന്നുള്ളത് ചെയ്ത് അത് നിങ്ങൾ എക്സ്പ്രഷൻ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് the value 2 into 4k cube plus 6k square plus 3k plus 3 എന്നുള്ളത് കിട്ടും. ഞാൻ അതിന്റെ സ്റ്റെപ്സ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. സിമ്പിൾ ആണ്. a പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എൻ ക്യൂ പ്ലസ് 5 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാ കിട്ടിയിരിക്കുന്നത്. അതായത് 2 ഇൻറ്റു സം വാല്യൂ എന്നാണ്, 2 ടൈംസ് സം ഇന്റിജർ എന്നാണ്. എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്, എൻ ക്യൂ പ്ലസ് 5 എന്നുള്ളത് ഈവൺ ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എൻ ക്യൂ പ്ലസ് 5 എന്ന് പറയുന്ന ഓഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ n ഒരിക്കലും എന്താവില്ല, ഓഡ് ആയിരിക്കില്ല, n ഈവൺ ആയിരിക്കും. അപ്പൊ അവിടെ പ്രൂഫായി. അതായത് എൻ ക്യൂ പ്ലസ് 5 ഓഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് n ഈവൺ ആയിരിക്കും. n ഓഡ് ആണെങ്കിൽ എൻ ക്യൂ പ്ലസ് 5 എന്തേ ആവുള്ളൂ, ഈവണേ ആവുള്ളൂ, അത് ഓഡ് ആവില്ല. ഇനി ഇതിന് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. സപ്പോസ് ദാറ്റ് എൻ ക്യൂ പ്ലസ് 5 ഈസ് ഓഡ് ആൻഡ് n ഈസ് ഓഡ്. അതായത് എൻ ക്യൂ പ്ലസ് 5 ഓഡ് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, n ഓഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ n ഓഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ഓഡ് ആയിരിക്കും. അതേപോലെ n സ്ക്വയർ ഓഡ് ആയിരിക്കും, n ക്യൂബ് ഓഡ് ആയിരിക്കും. ഇപ്പൊ ഒരു ഓഡ് നമ്പർ നമ്മൾ എടുത്താൽ 3യുടെ സ്ക്വയർ 3 into 3 നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോ അതേപോലെ തന്നെ 3 ക്യൂബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 into 3 into 3 3 into 3 9 ആണ്, then 9 into 3 27 ആണ്. അതൊക്കെ ഓഡ് ആയിട്ടാണ് വരിക. അപ്പൊ നോക്കൂ, 5 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം, 5 is equal to n cube plus 5 minus n cube എന്ന് എഴുതാലോ. n ക്യൂബും ക്യാൻസൽ ചെയ്ത് പോയി. അത് ജസ്റ്റ് ഫോർ ആൻ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ എഴുതുവാണ്. അപ്പൊ ഇത് എന്തായിരിക്കണം, ഇത് ഈവൺ ആയിരിക്കണം. കാരണം നമുക്ക് രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, അത് ഈവൺ ആയിരിക്കണം. അപ്പോ അവിടെയും നമുക്ക് ആ ഒരു ഇത് തെറ്റിയില്ലേ. അതായത് n ക്യൂബ് പ്ലസ് 5ഉം ഓഡ്, n ഓഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അസംഷൻ അവിടെയും തെറ്റും. അപ്പൊ അതുകൊണ്ട് n ക്യൂബ് പ്ലസ് 5ഉം n ഓഡാണ് എന്നുള്ള ഒരു കേസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോ രണ്ട് രീതിയിലാണ് നമ്മളിപ്പോ ഇവിടെ പ്രൂഫ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇതിൽ രണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ചോദിക്കാം, നമ്പർ മാറ്റി ചോദിക്കാം. എന്താണെങ്കിലും ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. Next question, prove that if n is a positive integer, then n is odd if and only if 5n plus 6 is odd. സെയിം പാറ്റേൺ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, n എന്ന് പറഞ്ഞ പോസിറ്റീവ് ഇന്റിജർ ആണ് തന്നിട്ടുണ്ട്. then n is odd if and only if 5n plus 6 is odd. അത് വളരെ ഇമ്പോർട്ടന്റ്. if and only if എന്ന് പറയുമ്പോൾ അതാണെങ്കിൽ മാത്രം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ n ഓഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ n is equal to നമുക്ക് എങ്ങനെ എഴുതാം, 2k plus 1. ഇത് എല്ലാ ക്വസ്റ്റ്യനും ഈ സെയിം പാറ്റേൺ ആണ് കേട്ടോ. k എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ ആണെങ്കിൽ n is equal to 2k plus 1, n ഓഡ് ആണെന്നുണ്ടെങ്കിൽ. ഇനി 5n plus 6 എന്ന് പറയുമ്പോൾ n ന് 2k plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ k plus 11 എന്ന് കിട്ടും. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 2 into 5k plus 5 plus 1 എന്ന് എഴുതിയാലും മതിയല്ലോ. വിച്ച് മീൻസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 5n plus 6 എന്ന് പറയുന്നത് അതായത് 2 into ഒരു ഇന്റിജർ plus 1, വിച്ച് മീൻസ് ഷുവർലി അത് ഓൺ ആണ്.
ഓക്കെ, അപ്പൊ n ഓഡ് ആണെങ്കിൽ 5n plus 6 എന്തായിരിക്കും? നിർബന്ധമായിട്ടും ഓഡ് ആയിരിക്കും. പ്രൂഫായി. ഇനി അതിന്റെ ഒരു കൺവേഴ്സ് നമ്മൾ എടുക്കാം. n ഈവൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ n is equal to 2k. k എന്ന് പറയുന്ന ഒരു ഇന്റിജറിന് 2k വരും. അപ്പൊ 5n plus 6 എന്നുള്ളത് എന്താവും? 10k plus 6 എന്ന് വരും. അതായത് 2 into 5k plus 3 എന്ന് വരും അല്ലെ? അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും 5n plus 6 എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധമായിട്ടും അത് ഈവൺ ആയിരിക്കും. കാരണം 2 into some integer എന്ന് പറഞ്ഞാൽ അത് ഈവൺ ആണ് വരുന്നത്. അപ്പോ നമുക്ക് അതിൽ നിന്ന് ഉറപ്പിക്കാം n is odd if and only 5n plus 6 is odd. 5n plus 6 odd ആണെങ്കിൽ മാത്രമേ n നമുക്ക് odd ആയിട്ട് വരുള്ളൂ. Clear? Next one, prove that if m plus n and n plus p are even integers, where m, n and p are integers, then m plus p is even. What kind of proof did you use? m plus n അതേപോലെ n plus p even integers ആണ്. അതിൽ m, n and p integers ആണ്. Then m plus p is even എന്നാണ് prove ചെയ്യേണ്ടത്. Prove that if m plus n and n plus p are even integers, അങ്ങനെയാണെങ്കിൽ m plus p even ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് ഡയറക്റ്റ് പ്രൂഫ് യൂസ് ചെയ്യാം. അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അസംഷൻ എടുക്കാണ്, അല്ലെങ്കിൽ സപ്പോസിഷൻ. സപ്പോസ് m plus n ഉം അതേപോലെ n plus p യും ഈവൺ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ m plus n എന്നുള്ളതിന് നമുക്ക് ഈക്വൽ ടു 2s എന്ന് കൊടുക്കാം. ഫോർ സം ഇന്റിജർ s നമുക്ക് അതിന് 2s, കാരണം അത് ഈവൺ ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ n plus p എന്നുള്ളതിനെ നമുക്ക് 2t എന്ന് കൊടുക്കാം, കാരണം t എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ ആണ്. അപ്പൊ 2t എന്ന് പറഞ്ഞാൽ ഈവൺ ആയിരിക്കും. അപ്പോ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് m plus n plus n plus p. നമുക്ക് എങ്ങനെ എഴുതാം? m plus p plus 2n എഴുതാലോ, കാരണം രണ്ട് n ആണ് വന്നിരിക്കുന്നത്. which is equal to 2s plus 2t എന്ന് വരും. അതായത് m plus p plus 2n is equal to 2s plus 2t എന്ന് വരും. ഇനി നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും 2n നെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ m plus p എന്ന് വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2s plus 2t minus 2n. അതായത് 2 നമ്മൾ കോമൺ എടുത്താൽ s plus t minus n എന്ന് വരും. സി, m plus p എന്ന് പറയുന്നത് 2 times some integer. പ്രൂഫ് ആയില്ലേ? ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു ചെറിയ ലോജിക്ക് യൂസ് ചെയ്താൽ മതി. ഇതുപോലുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെ നമ്മൾ ഇന്റിജേഴ്സ് ആക്കി എടുത്തിട്ട് ഈവൺ ആണെന്നുണ്ടെങ്കിൽ സം 2k, ഓഡ് ആണെങ്കിൽ സം 2k plus 1. ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് അറ്റ്ലീസ്റ്റ് 10 of any 64 days chosen must fall on the same day of the week. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഒന്നുമില്ല, നമ്മളൊരു 64 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അറ്റ്ലീസ്റ്റ് 10 ഡേയ്സ് എങ്കിലും ഒരേ സെയിം ഡേ, അതായത് വീക്ക് ഡേയ്സിൽ സെയിം ഡേ ആയിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 9 ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറവ് ദിവസമോ എടുക്കുന്നതെന്ന് വിചാരിക്കാം. കാരണം അറ്റ്ലീസ്റ്റ് 10 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 9 ദിവസമൊക്കെ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 9 into 7 63 ഡേയ്സേ വരുള്ളൂ. അപ്പൊ നമ്മൾ 64 ഡേയ്സ് എടുക്കുമ്പോ അതായത് അറ്റ്ലീസ്റ്റ് 10 ഡേയ്സ് എങ്കിലും ഒരേ ദിവസം വന്നിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രൂഫ്. അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ആസ് എ ലോജിക് അത് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ സെക്കൻഡ് മോഡ്യൂളിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരും. താങ്ക് യു.